ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് യൂട്യൂബിലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ യൂട്യൂബ് അങ്ങ് ഒഴിവാക്കിയിരുന്നെങ്കിൽ എന്നുള്ളത്. അതായത് 4000 വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബറും യൂട്യൂബ് അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ, ഞാൻ നാളെ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യ വീഡിയോ ഇടുമ്പോൾ തന്നെ പരസ്യം വരിക, അതിലൂടെ നമുക്ക് റവന്യൂ കിട്ടുക, നല്ല ഒരു കേൾക്കാൻ തന്നെ നല്ല രസമുള്ളൊരു കാര്യമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. ഇപ്പോൾ ഒരു ക്രിയേറ്റർ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബർ, 4000 വാച്ച് ടൈം, ഇങ്ങനെ അത് ആ ഒരു 365 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ്. അതല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ് വേണം, അതും 90 ദിവസത്തിനുള്ളിൽ. അതും ഒരു അച്ചീവ് ചെയ്യാന്നുള്ളത് കുറച്ചല്ല നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിന് ഇതങ്ങ് ഒഴിവാക്കിക്കൂടെ? അങ്ങനെ ഒഴിവാക്കിയാൽ എന്താണ് സംഭവിക്കുക? നമ്മളൊക്കെ ആലോചിക്കുന്നൊരു കാര്യമാണ്. യൂട്യൂബ് അങ്ങ് ഒഴിവാക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് ചാനൽ തുടങ്ങി നല്ല രീതിയിൽ വീഡിയോസ് ഇടുമായിരുന്നു. കാരണം നമുക്ക് ആദ്യ വീഡിയോ തൊട്ട് തന്നെ റവന്യൂ കിട്ടുമല്ലോ. അപ്പോൾ അതല്ലേ നല്ലത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ക്രിയേറ്റേഴ്സ് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് യൂട്യൂബ് എന്തുകൊണ്ടാണ് ഈ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒരു നോർമൽ യൂട്യൂബർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. 4000 വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബർ അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ് അങ്ങ് ഒഴിവാക്കിയാൽ ഞാൻ യൂട്യൂബിൽ തകർത്തേനെ. നാളെ മുതൽ ഒരുപാട് ചാനൽ വേണമെങ്കിൽ ഞാൻ തുടങ്ങും, എനിക്ക് റവന്യൂ കിട്ടുമല്ലോ, ആദ്യ വീഡിയോ മുതൽ തന്നെ റവന്യൂ കിട്ടുമല്ലോ, എങ്കിൽ ഞാൻ യൂട്യൂബിൽ ഉഷാറാകുമെന്നുള്ളത് ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു ക്രിയേറ്റർ ഇപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ ഒരു 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവരായിരിക്കുമല്ലോ ഈ രീതിയിൽ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എക്സാമ്പിളായിട്ട് ഈ ഒരു ക്രൈറ്റീരിയ യൂട്യൂബ് അങ്ങ് ഒഴിവാക്കി, 4000 വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബർ, 10 മില്യൺ ഷോർട്സ് വ്യൂസ് ഒന്നും വേണ്ട. നാളെ മുതൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യ വീഡിയോ മുതൽ തന്നെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഓണാണ്. ഇനി ക്രൈറ്റീരിയ ഒന്നുമില്ല, നിങ്ങൾക്ക് വരുമാനം വന്നു തുടങ്ങുമെന്നുള്ള ആ ഒരു റൂള് വന്നു. അപ്പോൾ നമ്മളൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ വീഡിയോ ഇടുമ്പോൾ എത്ര വ്യൂസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നുണ്ടാവുക? നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത് എത്രയാണ്? 40, 50, 100 വ്യൂസോ? അത് തന്നെയാണല്ലോ നാളെ നമ്മളൊരു യൂട്യൂബ് പുതിയ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബർ പോലും നമ്മൾ അച്ചീവ് ചെയ്തിട്ടില്ല. 0 സബ്സ്ക്രൈബേഴ്സിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂസ് എത്രയായിരിക്കും? വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് വരുന്ന റവന്യൂ എന്തായിരിക്കും? നമ്മൾ ആദ്യത്തെ ദിവസം ഒരു വീഡിയോ ഇടുന്നു, നമ്മൾ പിറ്റേ ദിവസം റവന്യൂ എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ ഒരു അനക്കം പോലും വന്നിട്ടുണ്ടാവില്ല. നമ്മൾ നാളെ വീണ്ടും ഒരു വീഡിയോ ഇടുന്നു, അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ പരസ്യമൊക്കെ വരുന്നുണ്ടാകും. പക്ഷേ നമ്മളെ ചാനൽ ഒരു പുതിയൊരു ചാനലാണ്, നമുക്കൊരു ചാനൽ ഹിസ്റ്ററി, ഒരു ഗുഡ് വില്ലൊന്നും വന്നിട്ടില്ല. നമ്മുടെ വീഡിയോ കാണാൻ ആളുകളില്ല. നമ്മൾ 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസമൊക്കെ വീഡിയോ ഇടുന്നുണ്ടാകും, പക്ഷെ ആരും കാണുന്നുണ്ടാവില്ല. വളരെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് കാണുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ റവന്യൂ 4 മാസം, 5 മാസം, 6 മാസം ആയാൽ പോലും $1 പോലും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ പറയും, യൂട്യൂബ് തട്ടിപ്പാണ്, യൂട്യൂബിൽ നിന്നിട്ട് ഒരു കാര്യമില്ല, റവന്യൂ ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് നമുക്ക് യൂട്യൂബ് ഒഴിവാക്കുന്നതാണ്, ഇതിൽ സമയം ചിലവഴിക്കുന്നത് നല്ലതല്ല, ഇത് എത്രയും പെട്ടെന്ന് ചാനൽ ഒഴിവാക്കി പോകുന്നതാണ് നല്ലത് എന്നായിരിക്കും നിങ്ങളൊക്കെ ചിന്തിക്കുക. എനിക്കുറപ്പുണ്ട് 100% നിങ്ങൾ ഈ രീതിയിൽ തന്നെയായിരിക്കും ചിന്തിക്കുക. ചിലപ്പോൾ നമ്മൾ പറയും, അല്ലല്ല ഞങ്ങൾക്ക് $1 3 മാസം 4 മാസം കിട്ടിയ, ചിലർ വാദിക്കാനെങ്കിലും പറഞ്ഞേക്കാം. പക്ഷെ ഒരിക്കലുമില്ല. നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചാനൽ മോണിറ്റൈസേഷനായി ഒരുപാട് ആളുകളുടെ ചാനൽ, ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ മോണിറ്റൈസേഷൻ ആയിട്ട് മാസങ്ങളായി, അതായത് അവർ ടാസ്ക് ചെയ്തിട്ടും അതല്ലെങ്കിൽ ക്യാഷ് കൊടുത്തിട്ട് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തവരൊക്കെ ഈ ഒരു പ്രോബ്ലം നേരിടുന്നുണ്ട്. അവരുടെ ചാനൽ മോണിറ്റൈസേഷനായി അവരുടെ കയ്യിലുണ്ട്, പക്ഷെ അവരിടുന്ന വീഡിയോക്ക് വ്യൂസ് ഇല്ല. അപ്പോൾ പിന്നെ എന്താ കാര്യം? മോണിറ്റൈസേഷൻ ആയ ഒരു ചാനൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഞാൻ ഫ്രഷായിട്ട് കൊടുക്കുന്നത്, നിങ്ങൾ നാളെ മുതൽ വീഡിയോ ഇടുമ്പോൾ അതും നിങ്ങൾക്കൊരു ഫ്രഷായിട്ട് കിട്ടിയതാണ്. നിങ്ങൾ ആ ക്രൈറ്റീരിയ ഉണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിലേക്ക് നാളൊരു ചാനൽ ഞാൻ മോണിറ്റൈസേഷൻ ആക്കിയ ഒരു ചാനൽ തന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ നാളെ മുതലൊരു വീഡിയോ ഇടുമ്പോൾ അതിൽ വ്യൂസ് ഒന്നും വരുന്നില്ല. കാരണം നിങ്ങളുടെ ഒരു ചാനൽ ഹിസ്റ്ററിയും അത് അത്ര നല്ലതായിരിക്കില്ല. ഞാൻ ക്രിയേറ്റ് ചെയ്ത് തന്നതല്ലേ. അപ്പോൾ നിങ്ങളുടെ വീഡിയോ കാണുന്ന ഒരു പ്രേക്ഷകർ അതിലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വ്യൂസോ അതിൽ ഒന്നും വരുന്നതല്ല അതിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ നിർത്തിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇപ്പോൾ ഓൾറെഡി എൻ്റെ അറിവിലുണ്ട്. അതായത് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടും വ്യൂസ് വരാതെ, ഡോളർ വരാതെ.
ഇതേ അവസ്ഥ തന്നെയാണ് ഒരു പുതിയ ചാനൽ തുടങ്ങുന്ന ന്യൂ യൂട്യൂബർക്ക് മോണിറ്റൈസേഷൻ ആദ്യ ദിവസം തന്നെ ആയാൽ വരിക. അവരുടെ ഡോളർ കയറുന്നതല്ല, വ്യൂസ് വരുന്നതല്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഒരു ഉഡായിപ്പിലൂടെ വാച്ച് ടൈമും കാര്യങ്ങളും നേടുന്നതൊക്കെ ഒഴിവാക്കുക. യൂട്യൂബ് 4000 വാച്ച് ടൈമും 1000 സബ്സ്ക്രൈബർ എന്നുള്ള ക്രൈറ്റീരിയ നിങ്ങളുടെ മുന്നിൽ തന്നിട്ടുണ്ട് ലാസ്റ്റ് 365 ഡേയ്സിൽ. അപ്പോൾ അതെന്തിന് തന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ക്രിയേറ്റർ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്യും. പക്ഷേ യൂട്യൂബ് ഇവിടെ ചിന്തിക്കുന്നത് ഈ ഒരു ക്രൈറ്റീരിയ വെച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്രിയേറ്റർ അയാൾ ജെന്യുവിൻ ആയിട്ടൊരു ചാനൽ തുടങ്ങി വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 365 ദിവസത്തിനുള്ളിൽ അയാൾക്ക് ഓർഗാനിക്കായിട്ട് നല്ല ജെന്യുവിനായിട്ട് വീഡിയോ ചെയ്തൊരു ക്രിയേറ്റർക്ക് ഓർഗാനിക്കായിട്ട് 4000 വാച്ച് ടൈം ഒരു വീഡിയോ റീച്ചായി അല്ലെങ്കിൽ ഒരുപാട് വീഡിയോ റീച്ചായിട്ട് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അപ്പോൾ അയാൾക്ക് മോണിറ്റൈസേഷൻ ചെയ്യാം. പക്ഷേ ആ ഒരു കംപ്ലീറ്റ് ആകുന്നു അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവണമെങ്കിൽ അയാളുടെ ചാനലിൽ ചാനൽ റീച്ച് ആകുമ്പോഴാണ് വരിക. അപ്പോൾ അയാൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ ആ ഒരു 4000 വാച്ച് ടൈം കൊണ്ട് കംപ്ലീറ്റ് ആകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യും. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വീഡിയോ റീച്ചായിട്ടാണ് 4000 മണിക്കൂർ കംപ്ലീറ്റ് ആയത്. അപ്പോൾ നമ്മളെ ചാനൽ റീച്ചായേ, അപ്പോൾ നമ്മൾ നാളെ ഒരു വീഡിയോ ഇടുമ്പോൾ അതിന് വ്യൂസ് വരും. അപ്പോൾ നമുക്ക് ഇന്നലെ ഒരു 1,00,000 വ്യൂസ് കിട്ടി അല്ലെങ്കിൽ 50,000 വ്യൂസ് കിട്ടി, അതിൽ നിന്നാണ് നമുക്ക് വാച്ച് ടൈം വന്നത്. നമ്മൾ ഇന്നൊരു വീഡിയോ മോണിറ്റൈസേഷൻ ആയി, നമ്മൾ നാളെ ഒരു വീഡിയോ ഇടുകയാണ്. അപ്പോൾ മോണിറ്റൈസേഷൻ ആയ ശേഷം നമ്മൾ ഇടുന്ന വീഡിയോക്ക് വ്യൂസ് വരും. കാരണം എന്താ, ഇന്നലെ നമുക്ക് 1,50,000 ഒക്കെ വ്യൂസ് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ചാനൽ റീച്ച് ആയിട്ടുണ്ട്, ഗ്രോത്തിങ് സ്റ്റേജാണ്. സെയിം കാറ്റഗറിയിലുള്ള നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ യൂട്യൂബിൽ ആ സമയം റെക്കമെൻഡായി പോകുന്നുണ്ടാകും ഈ കാണുന്ന ആളുകൾക്ക്. അപ്പോൾ നമ്മളെ ചാനലിൽ ഡോളർ വളരെ വേഗത്തിൽ കയറുന്നതാണ്. അപ്പോൾ ഒരു ക്രിയേറ്റർ, അതൊരു നോർമൽ ക്രിയേറ്റർ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതാണ് വേണ്ടത്. കാരണം ആ മോണിറ്റൈസേഷൻ ആയി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നിടുന്ന വീഡിയോക്കൊക്കെ വ്യൂസ് വരും. ഞാൻ ഈ പറയുന്നത് ഓർഗാനിക്കായിട്ട് സീരിയസ് ആയിട്ട് ഒരു യൂട്യൂബിനെ സമീപിക്കുന്ന ക്രിയേറ്ററുടെ കാര്യമാണ്. ഒരിക്കലും ഗ്രൂപ്പിൽ ടാസ്ക് ചെയ്ത് വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്തവർ, അതല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു വീഡിയോ ഇട്ടിട്ട് അതെങ്ങാനും ക്ലിക്കായിട്ട് പിന്നൊന്നും വീഡിയോ റെഗുലറായിട്ട് ചെയ്യാത്തവർ, ക്യാഷ് കൊടുത്തിട്ട് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തവർ, അവരൊന്നും ഈ ഒരു ലോജിക്ക് വെച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. യൂട്യൂബ് പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് 365 ഡേയ്സിൽ 4000 മണിക്കൂർ നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞാൽ, ആ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത വരുമാനം നിങ്ങൾക്ക് ലഭിക്കും, ആ ചാനലിൽ ലഭിക്കും. കാരണം അത് ഓർഗാനിക്കായിട്ട് കിട്ടുന്നതാണെങ്കിലും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ, ആ വരുമാനം വന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ക്രിയേറ്റർ ഒരിക്കലും ബാക്കിലേക്ക് പിന്നെ ചാനൽ ഒഴിവാക്കി പോകില്ല. യൂട്യൂബിൻ്റെ ആവശ്യം നമ്മളിവിടെ വേണം, നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇടണം എന്നുള്ളതാണ്. അപ്പോൾ യൂട്യൂബിന് ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ തരാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ പോകും. യൂട്യൂബിന് അത് ഭയങ്കര നഷ്ടമാണ്. കാരണം നിങ്ങൾ യൂട്യൂബിനെ കുറ്റം പറഞ്ഞ് പോകും. നിങ്ങളിടുന്ന വീഡിയോ ഒരിക്കലും ക്വാളിറ്റി ഉള്ളതായിരിക്കില്ല. യൂട്യൂബിന് അത് നിർബന്ധമുണ്ട്, നിങ്ങളിടുന്ന വീഡിയോ ക്വാളിറ്റി വേണം, അത് ആളുകൾ കാണണം. യൂട്യൂബിന് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു കുക്കിംഗ് വീഡിയോ ചെയ്തു, അത് നിങ്ങളോടുള്ളൊരു സ്നേഹം കൊണ്ട് ആര് സെർച്ച് ചെയ്താലും ഫസ്റ്റ് നിങ്ങളെ വീഡിയോ വരിക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, നമുക്ക് നല്ല വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. പക്ഷേ നിങ്ങൾ ആ ഒരു ഇട്ട വീഡിയോ ക്വാളിറ്റി ഉള്ള വീഡിയോ അല്ല എന്നാണെങ്കിൽ, സെർച്ച് ചെയ്തത് കാണുന്ന ആളുകൾ അല്ലെങ്കിൽ റെക്കമെൻഡായിട്ട് ഇത് കാണുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അത് ഭയങ്കരമായിട്ട് മുഷിപ്പ് വരും. യൂട്യൂബിനൊരു വിശ്വാസ്യത ഇല്ലാതെ വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഒരു ഹൗ ടു മോണിറ്റൈസ് യൂട്യൂബ് ചാനൽ എന്നുള്ളത് നമ്മളൊരു സെർച്ച് ചെയ്തു. അപ്പോൾ യൂട്യൂബ് അത് വാച്ച് ടൈം അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത ഏതെങ്കിലും ഒരു വീഡിയോ ആണ് ഫസ്റ്റ് സെർച്ചിങ്ങിൽ കൊടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? നിങ്ങൾ ആ ഒരു സമയം നിങ്ങളത് കണ്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിനെ കുറ്റം പറയുക, അല്ലെങ്കിൽ അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു ഗുഡ്വില്ലാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അതൊരിക്കലും യൂട്യൂബ് ആഗ്രഹിക്കുന്നില്ല. യൂട്യൂബിന് നിങ്ങൾ വേണം. അപ്പോൾ അതിന് നിങ്ങളിവിടെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുമാനം കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ അതിനെന്ത് വേണം? നിങ്ങൾ ക്വാളിറ്റിയുള്ള കണ്ടൻറ്റ് ചെയ്യണം. നിങ്ങൾക്കൊരു വരുമാനം കിട്ടണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് അതിലേക്ക് നിങ്ങൾ യോഗ്യരാകണം, അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് നിങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു ക്രൈറ്റീരിയ എങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഗ്രോത്ത് നിങ്ങളുടെ ചാനലിൽ വേണം എന്നുള്ളത് യൂട്യൂബ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ഒരു ക്രൈറ്റീരിയ യൂട്യൂബ് വെക്കുന്നത്. ഈ ഒരു ഫേസ്ബുക്കിലായാലും അല്ലെങ്കിൽ നിങ്ങൾ ഏത്
സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാലും അവർ ക്രൈറ്റീരിയ വെക്കുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. ഇന്നും യൂട്യൂബിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ വേണം, ഒരു ഇൻഫർമേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഒന്നല്ല സെർച്ച് ചെയ്ത് വരുന്നത്. നമുക്കത് ആക്യുറേറ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് യൂട്യൂബാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതിൽ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ നിന്ന് തിരിച്ച് കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇത് ക്രൈറ്റീരിയ ഒക്കെ ഒഴിവാക്കിയിട്ട് എൻ്റെ വീഡിയോ സെർച്ചിങ്ങിൽ ഒന്നാമത് വരിക, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ കണ്ടൻറ്റോ അല്ലെങ്കിൽ ഒന്നും അതൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു കോമ്പറ്റീഷൻ ഉണ്ട്, നമുക്ക് മറ്റ് ചാനലിനോട് അല്ലെങ്കിൽ നമ്മുടെ മറ്റ് കുറേ വീഡിയോസ് ഉണ്ട്, നമ്മളത് മനസ്സിലാക്കി വരികയാണ്. ചാനലിൽ ഇങ്ങനെ വീഡിയോസ് വ്യൂസ് കുറയുമ്പോൾ നമുക്ക് പലരും നമ്മളോട് ചോദിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂസ് ഇല്ലാത്തത്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ മിസ്റ്റേക്ക്. ആ മിസ്റ്റേക്കുകൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ചാനൽ റാങ്കിങ് കൂടി സെർച്ചിങ്ങിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ വരും. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തായി. പിന്നെ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പിറകിലേക്ക് നോക്കേണ്ടി വരില്ല. മാസം തോറും വരുമാനം നേടാനുള്ള ഒരു ഗ്രോത്ത് നമ്മുടെ ചാനലിൽ വരും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് യൂട്യൂബ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കൂടുതൽ ലിബറൽ ആക്കാത്തത്. നമുക്കറിയാം ഷോർട്സിലും യൂട്യൂബ് അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു ക്രൈറ്റീരിയ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെയും 10 മില്യൺ ഷോർട്സ് വ്യൂസ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഷോർട്സ് വീഡിയോ ചെയ്യുന്നവർക്ക് അറിയാം, അവർക്ക് ലക്ഷം, ഒരു 2 ലാക്ക് 3 ലാക്കൊക്കെ വരുന്നവരുണ്ടാവും. പക്ഷേ 10 മില്യൺ എന്ന് പറയുമ്പോൾ അതും കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. അങ്ങനെ ലിബറൽ ആക്കിയാലും 10 മില്യൺ എന്നുള്ളത് യൂട്യൂബ് അവിടെ വെച്ചിട്ടുണ്ട്. അത് 5 മില്യൺ അങ്ങനെ കുറച്ചിട്ടില്ല എന്നുള്ളത്. അതായത് അത്രയും ഷോർട്സ് വ്യൂസ് വരുന്ന ഒരു ചാനലിന് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അതല്ലാതെ ഒരു 2 ലാക്ക് 3 ലാക്ക് ഷോർട്സ് വ്യൂസ് വരുന്ന ഒരു ചാനലിന് മോണിറ്റൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വരുമാനം കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ക്രിയേറ്റർ യൂട്യൂബിനെ പഴി പറയും. കാരണം എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടി, പക്ഷേ ഷോർട്സിൽ നമുക്കറിയാലോ വളരെ കുറഞ്ഞ റവന്യൂ ആണ് വരിക. അപ്പോൾ അവിടെയൊക്കെ ഷോർട്സിന് മില്യൺസ് കണക്കിന് വ്യൂസ് വന്നാലേ നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള വരുമാനം ലഭിക്കണം. വരുമാനം ലഭിക്കേണ്ട ആ ഒരു ഗ്രോത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രീവിയസ് 365 ഡേയ്സിൽ 4000 മണിക്കൂർ ആവുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കുഴപ്പമില്ലാത്ത രീതിയിൽ, അങ്ങനത്തെ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വരുമാനം കിട്ടുമെന്നുള്ളതാണ് യൂട്യൂബ് കണക്കാക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു, നമ്മൾ സീരിയസ് ആയിട്ട് കാണാതെ ചില കുറുക്കുവഴികളിലൂടെ മോണിറ്റൈസേഷൻ ആയവർക്കൊന്നും ഈ ഒരു ലോജിക്ക് ബാധകമല്ല. ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാകും, എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയല്ലോ, 4000 വാച്ച് ടൈമൊക്കെ കംപ്ലീറ്റ് ആയിട്ടാണല്ലോ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയത്, എന്നിട്ട് എനിക്ക് സ്ഥിരമായിട്ട് വരുമാനം ലഭിക്കുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നില്ല എങ്കിൽ 100% അത് നിങ്ങളുടെ മിസ്റ്റേക്ക് തന്നെയാണ്. യൂട്യൂബിൽ നിങ്ങൾ ഒരു തെറ്റായ ട്രാക്കിലൂടെയാണ് പോകുന്നത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വരുമാനം ലഭിക്കാത്തത് എന്നുള്ളത് നിസ്സംശയം പറയാം. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നമ്മൾ കൂടുതൽ യൂട്യൂബിനെ കുറ്റം പറയാതെ ഈ ഒരു ക്രൈറ്റീരിയയെ സിമ്പിളായിട്ട് ഫുൾഫിൽ ആകുന്ന രീതിയിലേക്ക് നമ്മുടെ ചാനൽ ഗ്രോത്തായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങളുടെയൊക്കെ ചാനൽ ആ ഒരു ലെവലിലേക്ക് എത്രയും വേഗത്തിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.